பந்தலுக்கு வெளியே இருக்கிற சகோதரர்கள் உள்ளே வரவும். ഭക്തിയോടുകൂടി നമുക്ക് ഈശോയുടെ ഈ ആരാധനയിൽ പങ്കെടുക്കാം. നമുക്ക് ഈശോയെ സ്വീകരിക്കാനുള്ള ഗാനം ആലപിച്ച് ചെറുപ്പക്കാരെല്ലാം കരയുയർത്തി കുഞ്ഞുങ്ങളെല്ലാം കരയുയർത്തി വീശിക്കോ. സൗഖ്യവും സന്തോഷവും കിട്ടുന്ന കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. 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 കൈതട്ടി പാടുവോ? കൈയടിച്ച് പാടാം. കുറെ മടുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. ആളുകളേറെ കുറെ മടുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി നിന്നെക്കാൾ വഴുതുവാനിടമെന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി നിന്നെക്കാൾ വഴുതുവാനിടമെന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തി കരമടിച്ച് ഈശോയെ കാണും. എല്ലാവരും കണ്ണുടച്ച് നീ കർത്താവിനെ കൈയടിച്ച് ആരാധിക്കുന്നു. നിന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ആരാധനയാക്കി മാറ്റി കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ഇതിലേക്ക് ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ ഇടപെടലാണ്, ദൈവത്തിന്റെ സ്പർശനമാണ് നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈശോയെ അങ്ങനെ തൊടണമേ, ഈശോയെ അങ്ങനെ സ്പർശിക്കണമേ, ഈശോയെ അങ്ങനെ അനുഗ്രഹിക്കണമേ, ഈശോയെ അങ്ങനെ സുഖപ്പെടുത്തണമേ, അങ്ങനെ ശക്തിപ്പെടുത്തണമേ. കരങ്ങൾ താഴ്ത്തി കരമടിച്ച് കണ്ണുകൾ തുറന്ന് ഈശോയിലേക്ക് നോക്കി
വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയവോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയവോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. 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 ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്ന 38 വ്യക്തികളെ ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. തലവേദനയുള്ള 12 പേർക്ക് ഈശോ ആ തലവേദനയിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കുന്നു. ഹാർട്ട് സംബന്ധമായ രോഗത്തിൽ നിന്ന് 9 പേർക്ക് ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുന്ന അസുഖമുള്ള 4 പേർക്ക് ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പല വിധത്തിലുള്ള അലർജി രോഗത്തിൽ നിന്ന് 16 പേർക്ക് ഈശോ മോചനം നൽകി അനുഗ്രഹിക്കുന്നു. വാഹന അപകടത്തിൽ പരിക്ക് പറ്റി നടക്കാൻ പ്രയാസമുള്ള 2 പേരെ ഈശോ സുഖപ്പെടുത്തുന്നു. ആദ്യം കിട്ടിയതിന്റെ ഫലമായിട്ട് ഒരു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ട ഒരു മാൾക്ക് കർത്താവ് കേൾവി ശക്തി നൽകി അനുഗ്രഹിക്കുന്നു. പല വിധത്തിലുള്ള ദുശീലത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായി പിടുത്തം നൽകി 56 വ്യക്തികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മാതാപിതാക്കന്മാരോട് പൂർണ്ണമായി ക്ഷമിക്കാനുള്ള കൃപ നൽകി 32 മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സോറിയാസിന് അസുഖമുള്ള 2 പേർക്ക് ഈശോ സൗഖ്യം നൽകുന്നു. കണ്ണിന് മൂടലും കണ്ണിലൂടെ വെള്ളം വരുന്ന അസുഖമുള്ള 2 പേർക്ക് ഈശോ സൗഖ്യം നൽകുന്നു. കാൽമുട്ടിന്റെ വേദന എടുത്തു മാറ്റി 14 വ്യക്തികളെ ഈശോ സുഖപ്പെടുത്തുന്നു. പഠന മേഖലയിൽ ഉയർച്ച നൽകി 26 വ്യക്തികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. തെറ്റായ ബന്ധം, തെറ്റായ കൂട്ടുകെട്ട്, ഈ അവസ്ഥയിൽ നിന്ന് 16 പേർക്ക് ഈശോ വിടുതൽ നൽകി
അനുഗ്രഹിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, എല്ലാ രോഗപീഠകളും മാറട്ടെ, എല്ലാ ദുശീലാസക്തികൾ മാറട്ടെ, എല്ലാ തിന്മയുടെ ബന്ധനങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ തൊടുന്നു, ഈശോ തൊടുന്നു, ഈശോ തൊടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ചോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. നിന്റെ മനസ്സിനെ അലട്ടുന്ന ഭാരങ്ങൾ, ശരീരത്തിൽ അലട്ടുന്ന രോഗങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, വ്യത്യസ്തമായ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ, വേദനകൾ എന്തെല്ലാം ഉണ്ടോ, ജോലി മേഖലയിൽ, പഠന മേഖലയിൽ ഉള്ള എല്ലാ തടസ്സങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ പഠിക്കാൻ സാധിക്കുന്നില്ല, ആഗ്രഹിക്കുന്ന പോലെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, ആഗ്രഹിക്കുന്നത് പോലെ നന്മ ചെയ്യാൻ സാധിക്കുന്നില്ല, ആഗ്രഹിക്കുന്നത് പോലെ സത്യസന്ധത ജീവിക്കാൻ സാധിക്കുന്നില്ല. നിനക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ചില മേഖലകളെല്ലാം നീ പരാജയപ്പെടുന്നു. അങ്ങനെ ഏതെല്ലാം മേഖലകളിലാണോ ആഗ്രഹം കൊണ്ട് സാധിക്കുന്നില്ല, പരാജയപ്പെടുന്നു, നഷ്ടം സംഭവിക്കുന്നു, അതിനെല്ലാം ഈ നീട്ടിയ കരങ്ങളിൽ, ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിനക്ക് ഏതെല്ലാം ബുദ്ധിമുട്ടും പ്രയാസവും നൊമ്പരവും അനുഭവപ്പെടുന്നോ, പഠന മേഖലയിൽ, ജോലി മേഖല, കുടുംബ ജീവിതത്തിന്റെ മേഖലകൾ അനുഭവപ്പെടുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെല്ലാം ഈ നീട്ടിയ കരങ്ങളിൽ, ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചു. കർത്താവായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി
വ്യക്തിപരമായി സ്നേഹിക്കുന്ന ശ്രദ്ധിക്കുന്ന പരിഗണിക്കുന്ന കർത്താവേ, നാളിന്ന് വരെ മനുഷ്യ വ്യക്തികളിൽ നിന്ന് ഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടാതെ പോയ സ്നേഹം, അംഗീകാരം, അഭിനന്ദനം, പ്രോത്സാഹനം, നല്ല ലഭിക്കാത്തത് മൂലം എന്റെ മനസ്സ് വേദനിച്ചെങ്കിൽ, മുറിപ്പെട്ടെങ്കിൽ, ഞാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത് മൂലം തരാത്തവരോട് എനിക്ക് ഉള്ളിൽ ദേഷ്യവും വെറുപ്പും വൈരാഗ്യവും തോന്നിയെങ്കിൽ ഈശോയെ, അതിനെല്ലാം ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാനിപ്പോൾ തരുന്നു. എന്റെ മനസ്സിന്റെ ഭാരങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകൾ എല്ലാം ഈശോയെ നീട്ടിയ ഈ കരങ്ങളിൽ ഞാനിതാ അങ്ങയുടെ കരങ്ങളിലേക്ക് അവയെല്ലാം തരുന്നു. ഈശോയെ, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ, ഏറ്റെടുത്ത് അങ്ങയുടെ സ്നേഹത്താൽ, വചനത്താൽ, ആത്മാവിനാൽ നിറയ്ക്കണമേ, നിറയ്ക്കണമേ, നിറയ്ക്കണമേ. ഈശോയെ, എന്റെ ദുഃഖഭാരങ്ങളെല്ലാം വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. എന്റെ മനസ്സിലെ ആകുലത, അസ്വസ്ഥത, ഉത്കണ്ഠ, ഭയം, അപകർഷത, കുറ്റബോധം, നിരാശ, പിടിവാശി, വൈരാഗ്യം, വെറുപ്പ്, ഇവയെല്ലാം ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ അധികാരത്തിൽ, ഈശോയുടെ ശക്തിയിൽ ഇപ്പോൾ ഈ നിമിഷം എന്റെ മനസ്സിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും എന്നേക്കുമായി വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്നിൽ നിറയട്ടെ, നിറയട്ടെ. എന്റെ കുറവുകളെല്ലാം പരിശുദ്ധാത്മാവ് നിറവുകളാക്കി മാറ്റട്ടെ. എന്റെ മുറിവുകളെല്ലാം ഈശോ ഏറ്റെടുത്ത് സൗഖ്യമാക്കി മാറ്റട്ടെ. എന്റെ ബലഹീനതകൾ, വീഴ്ചകൾ എല്ലാം യേശു ഏറ്റെടുത്ത് അവയെല്ലാം ഉയർച്ചയാക്കി മാറ്റട്ടെ. ഇന്നുവരെ ജീവിതത്തിൽ അനുഭവപ്പെട്ട പരാജയങ്ങൾ, നഷ്ടങ്ങൾ എല്ലാം യേശു വിജയമാക്കി, ലാഭമാക്കി മാറ്റട്ടെ, മാറ്റട്ടെ. എന്നെ അലട്ടുന്ന ഭയം പൂർണ്ണമായും വിട്ടുമാറട്ടെ. ഭയത്തിന്റെ ദുഷ്ടാത്മാവ് എന്നിൽ നിന്നും വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. ആത്മാവ് എന്നിൽ നിറഞ്ഞ് എന്നെ ശക്തിപ്പെടുത്തട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി നിന്റെ ഇന്നുവരെയുള്ള സ്വഭാവത്തിന്റെ മേഖലകളിൽ ഭയം, ഉത്കണ്ഠ, ആകുലത, അസ്വസ്ഥത, നിരാശ, കുറ്റബോധം, ഇങ്ങനെ വ്യത്യസ്തമായ നിരാശയുടെ തലങ്ങൾ ഏതെല്ലാമാണോ, നെഗറ്റീവ് തലങ്ങൾ ഏതെല്ലാമാണോ, അതിനെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ഇതാ അതിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും വിളിക്കട്ടെ, യേശുവേ. പൂർണ്ണ വിടുതൽ നൽകി 98 വ്യക്തികൾ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി നീ എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നീ എന്നിൽ കത്തട്ടെ. ഹൃദയത്തോട് ചേർത്ത് വെച്ച് അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ
തിളങ്ങുന്ന മുത്താകട്ടെ. പഠന മേഖലയിലായിരിക്കുന്ന എല്ലാ മക്കളും ഇപ്പൊ രണ്ട് കരങ്ങളും ഈശോയുടെ നേർക്ക് നീട്ടിപ്പിടിക്കുക. പഠന മേഖലയുള്ള എല്ലാ മക്കളും ഇരു കരങ്ങളും ഈശോയുടെ നേർക്ക് നീട്ടിപ്പിടിക്കുക. നീ പഠിക്കുന്ന ക്ലാസ്, പഠിക്കുന്ന വിഷയങ്ങൾ, ഏത് പഠന മേഖലയിലാണോ, പഠന വിഷയത്തിലാണോ നിനക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത്, അതെല്ലാം ഇപ്പോൾ ഈ കരനീട്ടി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. പഠന മേഖലകളിൽ നിനക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പഠന മേഖലയിൽ നീ എത്ര വായിച്ചാലും മനസ്സിൽ ഇരിക്കാത്ത വിഷയമാണോ, ഏത് കാര്യമാണോ, അതിനെല്ലാം ഇപ്പോൾ ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി അതിനെ വ്യക്തിപരമായി ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. നിനക്ക് ചില വിഷയങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല, അലസത നിന്നെ പിടികൂടുന്നു, ശ്രദ്ധയില്ലായ്മ നിന്നെ പിടികൂടുന്നു, ഓർമ്മക്കുറവ്, അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ മറന്നു പോകുന്നു, പഠിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഓർത്തിരിക്കാൻ സാധിക്കുന്നില്ല. പഠന മേഖലയുമായിട്ട് നിനക്ക് ഏതെല്ലാം വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണോ ഉള്ളത്, ആ പഠന മേഖലയിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഈ നീട്ടിയ കരങ്ങളിൽ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് അതിനെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് ചെറിയ സ്വരത്തിൽ ഈശോയെ വിളിച്ചോ. ഈശോ 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 ആ മക്കൾ കരങ്ങൾ ഉയർത്തിയോ കർത്താവേ, ഓ കർത്താവേ, ആത്മീയനിൽ കത്തട്ടെ. ഓ കർത്താവേ, ആത്മീയനിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. പഠന മേഖലയുള്ള മക്കളെ ഇരു കരങ്ങളും ഈശോയിലേക്ക് നീട്ടുക. ഈ ഈശോയിലേക്ക് ഇരു കരങ്ങൾ നീട്ടി നിന്റെ കണ്ണുകളിലൂടെ കടന്നു വരുന്ന ഏതെല്ലാം ആസക്തികളാണോ, നിയന്ത്രിക്കാൻ പറ്റാത്ത ആഗ്രഹത്തെയാണ് ആസക്തി എന്ന് പറയുന്നത്. കണ്ണുകളിലൂടെ കടന്നു വരുന്ന ആസക്തിയുടെ പ്രവണത, നിയന്ത്രിക്കാൻ പറ്റാത്തതായ കാഴ്ചകൾ, അങ്ങനെ തെറ്റായ കാഴ്ചകൾ മൊബൈലിലൂടെ മറ്റ് മീഡിയ വഴിയായിട്ട് നീ ഏതെങ്കിലും അശുദ്ധിയോ അയോഗ്യതയോ അത്തരത്തിലുള്ളതായ കാര്യങ്ങൾ കാണുന്നൊരു പ്രവണത നീയുണ്ട്. അത് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. കർത്താവ് നിനക്ക് നൽകുന്ന പരിശുദ്ധമായ ലൈംഗികത എന്നതായ പരിശുദ്ധിയുടെ കഴിവിനെ ചിലപ്പോഴെല്ലാം നിന്നിൽ ജഡികമായ പ്രവണതയും ചിന്തയും വരുന്നു. അത്തരത്തിലുള്ള ഏത് ജഡിക പ്രവണതയാണോ ഇന്നലകളിൽ നിന്റെ പഠന മേഖലയെ തടസ്സപ്പെടുത്തിയത്, സ്വഭാവ മേഖലയെ തടസ്സപ്പെടുത്തിയത്, ആ മേഖലകളിൽ നീ എവിടെ വീഴാൻ കുറവരുവാൻ കാരണമായി തീർന്നോ ഈ നീട്ടി കരങ്ങളിൽ അതെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് പേര് പറഞ്ഞു കൊടുത്ത് ആ മേഖലകളിൽ ഇന്നലകളിലെ വീഴ്ചകളെ കൊടുത്ത്, ബലഹീനതയെ കൊടുത്ത്, കുറവിനെ കൊടുത്ത് കർത്താവ് അതെല്ലാം ഇപ്പോൾ ഏറ്റെടുക്കണമേന്ന് ഇരു കരങ്ങളും ഈശോയിലേക്ക് നീട്ടി പ്രാർത്ഥിക്കൂ. ഓ കർത്താവേ, കർത്താവേ, ആത്മീയനിൽ കത്തട്ടെ. എല്ലാവരും കർത്താവേ, ആത്മീയനിൽ കത്തട്ടെ. ഹൃദയത്തോട് ചേർത്ത് വെച്ച് അശുദ്ധിയെല്ലാം സാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ഇന്നലകളിലെ ജീവിതത്തിൽ ഏതെല്ലാം പാപത്തിന്റെ, ദുശീലത്തിന്റെ, വെറുപ്പിന്റെ, തിന്മയുടെ മേഖല, നിന്റെ ഉള്ളിൽ അനുഗമിക്കാത്ത ഏതെങ്കിലും പാപം ന്യായീകരിച്ച്, ലഘൂകരിച്ച്, മറച്ചു വെച്ച് നീ ഉപസാരിക്കാത്ത ഏത് പാപത്തിന്റെ മേഖല നിന്നെ ഉണ്ടോ, അതിനെല്ലാം ഇപ്പോൾ ഈ ഉയർത്തി കരങ്ങൾ താഴ്ന്ന കരങ്ങളിലേക്ക് കൊടുത്ത് ഈശോയെ വന്നുപോയ എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും വീഴ്ചകളെയും ഓർത്ത് അനുഗമിക്കാനുള്ള കൃപരിക്കുന്നവേ, നിന്റെ ഉള്ളിൽ ഉണങ്ങാത്ത ഏതെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ ആ ഉണങ്ങാത്ത മുറിവുകളെല്ലാം കർത്താവ് ഏറ്റെടുക്കാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ സാധിക്കാത്ത ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ ചില വ്യക്തികളോട്, അവർ പറഞ്ഞ വാക്കുകളോട്, ആ സംഭവങ്ങളോട്, സാഹചര്യങ്ങളോട് നിനക്ക് പൂർണ്ണമായിട്ട് ക്ഷമിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ആ മേഖലകളെ ഉയർത്തിയ കരങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, കർത്താവേ,
മാറട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളക്കുന്ന മുത്താകട്ടെ. എല്ലാവരും ചേർന്ന് അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളക്കുന്ന മുത്താകട്ടെ. എല്ലാവരും നിങ്ങളുടെ ഇരു കരങ്ങളും നിങ്ങളുടെ ശിരസിൽ വെക്കുക. ഇരു കരങ്ങളും നിങ്ങളുടെ ശിരസിൽ വെക്കുക. ശിരസ് മുതൽ കാൽപാദം വരെയുള്ള ശരീര മേഖലകളിലെല്ലാം ഇതാ ആണി പഴുതേറ്റ കർത്താവിന്റെ ആ കരം നിന്റെ ശിരസിന്റെ മുകളിൽ നീ വെച്ചിരിക്കുന്ന കരത്തിൽ കർത്താവിന്റെ ഇരു കരങ്ങളും ഇപ്പോൾ വെച്ചിരിക്കുന്നു. ആ കരങ്ങളിൽ നിന്നും അവിടുത്തെ മുറിവേറ്റ കരങ്ങളിൽ നിന്നും ആ ആണി പഴുതുകളിൽ നിന്നും ശിരസ് മുതൽ കാൽപാദം വരെയുള്ള ശരീരവയവങ്ങൾക്കെല്ലാം ഈശോയുടെ തിരുരക്തം ഒഴുകുകയാണ്. ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകുകയാണ്. നിന്റെ ശരീരത്തിൽ ഓരോ മേഖലകളിലേക്ക് ഈശോയുടെ കരങ്ങളിൽ നിന്ന് രക്തം ഒഴുകി 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 വന്നുകൊണ്ടേയിരിക്കുന്നു. നിന്റെ ശിരസ് മുതൽ കാൽപാദം വരെയുള്ള ശരീരാവയവങ്ങളിൽ രോഗബാധിതമായ ശരീരാവയവങ്ങള് ആ യേശുവിന്റെ തിരുരക്തം കഴുകുന്നു. ശിരസിന്റെ മേഖലകളിലെല്ലാം ഒഴുകിയിറങ്ങുന്ന തിരുരക്തം, ഇതാ ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തെ ഈശോ ഇപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുന്നവരോട് വിളിച്ച് വിളിച്ച് പറഞ്ഞോ, ഈശോ 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 ഈശോ. ശാരീരികമായ രോഗാവസ്ഥയെ ഈശോ കഴുകുന്നു. വേദനാവസ്ഥ കഴുകുന്നു. വൃത്തിയുടെ മണത്തെ കഴുകുന്നു. വൃത്തിയിലെ പങ്കലിനെ കഴുകുന്നു. നിന്റെ ഓർമ്മശക്തിയെ കഴുകുന്നു. ഹൃദയത്തിന്റെ മേഖലകളെ കഴുകുന്നു. മനസ്സിന്റെ മേഖലകളെ കഴുകുന്നു. വാക്കിന്റെ മേഖലകളെ കഴുകുന്നു. നിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം ഈശോ കഴുകുന്നു. നിന്റെ വയസ്സംബന്ധമായ മേഖലകളെ ഈശോ കഴുകുന്നു. ആൺകുട്ടിയെ കഴുകുന്നു. നിന്റെ ശരീരത്തിൽ ഓരോ അവയവത്തെയും ഈശോ തിരുരക്തത്തോട് കഴുകി 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 ശുദ്ധീകരിക്കുന്നു. കഴുകി 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 സുഖപ്പെടുത്തുന്നു. എന്നെ മറക്കേണമേ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെന്റെ ഈശോ എന്റെ ജീവന്റെ ജീവനാ ഈശോ. നിങ്ങളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് കരങ്ങളെടുക്കുക. നെറ്റിയിലെ സിലുവை വரைந்து கொள்ளுங்கள். കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ഈശോയിലേക്ക് നോക്കുക. കരങ്ങളെ കുമ്പിട്ട് കണ്ണുകളെ திறந்து യേശുவை பார்ப்போം. നിങ്ങൾ ഇപ്പോൾ കൈവശമുള്ള തിരി കത്തിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ യേശുവിൽ നിന്ന് സ്വീകരിക്കുന്ന സ്നേഹത്തിന്റെ പ്രതീകം, വചനത്തിന്റെ പ്രതീകം, ആന്തരിക സൗഖ്യത്തിന്റെ, ശാരീരിക സൗഖ്യത്തിന്റെ എല്ലാം അടയാളമായിട്ട് നമ്മൾ മാറുകയാണ്. உங்கள் கையில் இருக்கிற மெழுகுதிரி அது இறைவார்ப்புடைய அடையாளமாக இருக்கிறது, ஆண்டுடைய அன்பின் அடையாளமாக இருக்கிறது. നിങ്ങളുടെ വലതുകരം ഈ അത്താറ ഉയർത്തിയിരിക്കുന്ന കത്തിച്ച തിരിയിലേക്ക് നോക്കുക. நீங்கள் உங்கள் வலது கரங்களை உயர்த்தி இதோ பொருத்தி இருக்கிற இந்த திரியை பாருங்கள், மெழுகுதிரியை பாருங்கள். എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ, ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ, അങ്ങ് സ്നേഹത്തിന്റെയും വചനത്തിന്റെയും നന്മയുടെയും സത്യത്തിന്റെയും പ്രകാശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എല്ലാം പ്രകാശിക്കുന്ന നിത്യപ്രകാശമായ അങ്ങയിലേക്ക് നോക്കി എന്റെ ജീവിതം സത്യം കൊണ്ടും നന്മ കൊണ്ടും സ്നേഹം കൊണ്ടും പ്രകാശിക്കുവാനും ഈ ലോകത്തിലെ പാപത്തിന്റെ തിന്മയുടെ സ്വാർത്ഥതയുടെ ദുശീലത്തിന്റെ അഹങ്കാരത്തിന്റെ അന്ധകാരത്താൽ ഇനി ഒരിക്കലും എന്റെ ശരീരമോ ജീവിതമോ അന്ധകാരമായി മാറാതെ
അവിടെയെല്ലാം അങ്ങയുടെ സ്നേഹത്തിന്റെ പ്രകാശത്താൽ ഞാനും എന്റെ സ്വഭാവവും എന്റെ ബുദ്ധിയും എന്റെ ചിന്തയും എന്റെ അറിവും എന്റെ കഴിവും എന്റെ പഠന മേഖലയും മുഴുവൻ അങ്ങയുടെ സ്നേഹത്താൽ പ്രകാശിച്ച് അങ്ങയുടെ ജ്ഞാനത്താൽ ജ്വലിച്ച് എനിക്കും എന്നിലൂടെ മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുന്ന സ്നേഹം കൊടുക്കുന്ന പ്രകാശമായി ഇന്നു മുതൽ ഞാൻ എന്നും ജ്വലിക്കും എന്ന് വിശ്വസിച്ച് സ്നേഹത്തിന്റെ പ്രകാശമായ യേശുവിൽ നിന്ന് ഞാൻ പ്രകാശം സ്വീകരിച്ച് ഇന്നു മുതൽ യേശുവിൽ ജീവിക്കുകയും സഞ്ചരിക്കുകയും യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായി ഞാൻ മാറും. എന്നിലൂടെ അനേകരെ വളർത്താൻ അവർക്ക് ജീവിത വഴികളിൽ താങ്ങായി തണലായി സംരക്ഷകരായി വളർത്തുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും മാറുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ കത്തിച്ച തിരിയിൽ നിന്നും ഇപ്പോൾ ഞങ്ങളെല്ലാം പ്രകാശം സ്വീകരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കത്തിച്ചു തരും. കത്തിച്ചു തരുന്ന തിരികൾ നിങ്ങൾ അടുത്തുള്ള വ്യക്തികൾക്ക് കത്തിച്ചു കൊടുക്കുക. കത്തിച്ച് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കത്തിച്ച തിരി നിങ്ങളുടെ കയ്യിൽ തന്നെ പിടിച്ച് നിങ്ങൾ നോക്കുക. കിട്ടിയവര് അങ്ങോട്ടും മാറി കത്തിച്ചു കൊടുത്തു. ബാക്കിയുള്ളവർ ഇവിടുന്ന് വാങ്ങിച്ച് മുതിർന്നവര് പുറകോട്ട് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. തിരി കയ്യിലുള്ളവർ ശ്രദ്ധിക്കണം. അടുത്തുള്ളവരുടെ ബസ്സില് തിരി നോക്കണം. കത്തിച്ച തിരിവരെ നിങ്ങൾ ശാന്തമായിട്ട് നിന്നാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകരുത്. ബാക്കിയുള്ളവർ കത്തിച്ചു കൊടുക്കുന്നുണ്ട്. പകരണമേ വെടിയുനിറയ്ക്കണമേ വിവേകമേകണമേ വിജ്ഞാനദായകനേ വെളിച്ചം പകരണമേ വെടിയുനിറയ്ക്കണമേ വിവേകമേകണമേ വിജ്ഞാനദായകനേ. മുമ്പിലുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ കത്തിച്ച തിരിയെ ഉയർത്തിപ്പിടിക്കുക. ഇപ്പൊ പുറകിലുള്ള ബാക്കിയുള്ളവർ കത്തിച്ചു കൊടുക്കുക. പെട്ടെന്ന് മുതിർന്നവര് പുറകോട്ട് പോയി കത്തിച്ചു കൊടുക്കുക. മുമ്പിലുള്ള വിദ്യാർത്ഥികൾ അനങ്ങണ്ട. യുവതി യുവാക്കന്മാര് കുട്ടികള് പഠന മേഖലയിലായിരിക്കുന്നവര് ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം ഈശോയുടെ നേർക്ക് നീട്ടിപ്പിടിക്കുക. വലതുകരം കത്തിച്ച തിരിയുമായിട്ട് ഈശോയുടെ നേർക്ക് നീട്ടിപ്പിടിക്കുക. ഒരു നിമിഷം കണ്ണുകളടയ്ക്കുക. നിങ്ങളുടെ പഠന മേഖലകള് നിങ്ങളുടെ അറിവിന്റെ മേഖലകള് എല്ലാം ഇപ്പോൾ ഈശോയ്ക്ക് കൊടുക്കുക. നീ ഈ വർഷം പഠിക്കുന്ന കാര്യങ്ങൾ ഓരോന്നിനെയും ഇപ്പോൾ മനസ്സിലോർത്ത് പഠന മേഖലയിൽ നിനക്ക് ഉന്നതമായ വിജയം ഉയർച്ച എല്ലാം ഉണ്ടാകാൻ ഈശോയുടെ സ്വഭാവം കൊണ്ട് നിറയുവാൻ ഈശോ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെ മനുഷ്യരുടെ പ്രീതിയിലും വളർന്നു വന്നതുപോലെ ഞാനും വളർന്നു വരുവാൻ ആഗ്രഹിച്ച് വിദ്യാർത്ഥികൾ ഇപ്പോൾ യുവതി യുവാക്കന്മാർ ഇപ്പോൾ നിങ്ങളുടെ കത്തിച്ച തിരി താരയിലേക്ക് നീട്ടി ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയിൽ ചൊല്ലുക. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ, അങ്ങ് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നതുപോലെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയെപ്പോലെ ജ്ഞാനത്തിൽ അറിവിൽ വിശ്വാസത്തിൽ വളരുവാൻ ഇടയാക്കണമേ. ഈശോയെ, നാളിന്ന് വരെ എന്റെ ചിന്തയിലോ മനോഭാവത്തിലോ സ്വഭാവത്തിലോ ഏതെങ്കിലും വൈകല്യങ്ങൾ കുറവുകൾ ഉണ്ടായെങ്കിൽ ഈശോയെ അതെല്ലാം ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ കത്തിച്ച തിരിയുടെ അടയാളത്തോടുകൂടി ഞാൻ നൽകുന്നു. ഈശോയെ, എന്നിലെ സ്വാർത്ഥതയുടെ അഹങ്കാരത്തിന്റെ ദേഷ്യത്തിന്റെ പിടിവാശിയുടെ ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ
മാതാപിതാക്കന്മാരെയും മാതാപിതാക്കന്മാരെയും ഗുരുഭൂതരെയും ഗുരുപുത്രരെയും മുതിർന്നവരെയും അനുസരിക്കുന്നതിൽ കാണിക്കുന്ന മടിയും ഉത്സാഹക്കുറവും എല്ലാം ഞാനിതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ എന്റെ നാവ് കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ കുറ്റപ്പെടുത്തി സംസാരിച്ചതും ചീത്ത വാക്കുകൾ പറഞ്ഞതും പരദൂഷണം പറഞ്ഞതും അങ്ങേക്ക് ഇഷ്ടമല്ലാത്ത ഏതെല്ലാം കാര്യങ്ങൾ എന്റെ വാക്കുകൊണ്ട് പറഞ്ഞുവോ എന്റെ പ്രവൃത്തിയിൽ ഞാൻ ചെയ്തുവോ അതിനെല്ലാം ഓർത്ത് ഈശോയെ അങ്ങയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അവയെല്ലാം എന്നോട് ക്ഷമിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്റെ പഠന മേഖലയെ ആശീർവദിച്ച് ഉയർത്തണമേ. എന്റെ സ്വഭാവത്തെ ദൈവിക നന്മ കൊണ്ട് നിറയ്ക്കണമേ. ഈശോയെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭാവി നൽകി, നല്ല ജോലി നൽകി, നല്ല ഉത്തരവാദിത്തങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ ഞങ്ങളുടെ ജീവിതാവസ്ഥ തെരഞ്ഞെടുക്കുവാൻ ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. കർത്താവേ, ദുശീലത്തിനോ പാപത്തിനോ തെറ്റായ ബന്ധങ്ങളിലോ തെറ്റായ കൂട്ടുകെട്ടുകളിലോ ഒന്നും പെടാതെ അങ്ങയുടെ സംരക്ഷണ വലയം ഞങ്ങൾക്ക് ചുറ്റും എപ്പോഴും അങ്ങ് ഏർപ്പെടുത്തണമേ. ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. വിദ്യാർത്ഥികൾ, യുവതി യുവാക്കന്മാർ, നിങ്ങളുടെ കത്തിച്ചതിരി അല്പം ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമായി യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.